കമന്റ് ഇട്ടാൽ നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരാന്ന് പറഞ്ഞാൽ ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങിക്കും. 3 ലക്ഷം രൂപ അങ്ങനെ ഏത് പെണ്ണൊന്നും കൈനീട്ടിയൊന്നും മേടിക്കത്തില്ല. നിങ്ങൾ വാങ്ങുമെന്ന് പറ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണത് കണ്ടില്ല, ഓരോ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു, കുറച്ച് ക്യാഷ് ഇട്ടു. ഫസ്റ്റ് ഉണ്ട് ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു. ചോദിക്കാണ്ട് തന്നെ കാശ് കിട്ടോ? എന്താ റൗഫണ്ണ, നിങ്ങൾ കിടിലുമാണല്ലോ. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ കേട്ടോ, കുറച്ച് കാശ് ഇട്ട് തരുമോ? അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. ഇളയമ്മൻ്റെ മോനിക്ക് പോകാനായിട്ട് പൈസ ഇട്ട് കൊടുത്തു 3 തവണ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിന്ന് പണം കൈപ്പറ്റിയെന്ന് ഇവർ തന്നെ പറയുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ഷാജിയുടെ വിഷയത്തിൽ എന്തോന്നൊക്കെയാണ് സംഭവിക്കുന്നത്? ആദ്യം പറഞ്ഞ് ഞാൻ കെട്ടി, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞ് ഞാൻ കെട്ടിയിട്ടില്ല, ചുമ്മാ ആൾക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാന്ന്. പിന്നെ പറഞ്ഞ് അതിന് മുമ്പ് പറഞ്ഞ് 27 വയസ്സുള്ളൊരു പയ്യനുമായിട്ടാണ് പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കെട്ടുന്നുണ്ട്, എന്തിനാണ് പ്രശ്നമെന്ന് ചോദിച്ച്. അത് കഴിഞ്ഞപ്പം പറഞ്ഞ് റഹൂത്ത് എന്ന് പറയുന്ന ഒരാളാണ്, അയാളുടെ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടത്, എനിക്കത് ആദ്യം ഇഷ്ടമായിരുന്നു പിന്നെ ഇഷ്ടമല്ലാതായെന്ന് പറഞ്ഞ്. എന്തോന്നൊക്കെയാണ് ഇത്? ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഈ കുട്ടിയെ വേട്ടയാടുന്നത്, വെറുതെ വിട്ടുവിട്ട്. ഞാൻ പിടിച്ച് വേട്ടയാടുന്നും പിടിച്ച് കറിവെച്ച് തിന്നുന്നൊന്നുമില്ല. ഞാൻ കണ്ട എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് യോജിക്കാതിരിക്കുക യാതൊരു പ്രശ്നമില്ല. ഞാൻ ആരെയും വേട്ടയാടുന്നൊന്നുമില്ല, ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല. ഇവർ കാണിച്ചു വെച്ച സാധനത്തിന് ഞാൻ റിയാക്ട് ചെയ്ത് എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ ഇവർ കെട്ടാൻ പോകുന്നു, കെട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ കെട്ടിയില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേനും 27 വയസ്സുള്ളൊരു പയ്യൻ്റെ കഥ മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ 27 വയസ്സുള്ള പയ്യനല്ലാതെ റഹൂഫ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഈ റഹൂഫിൻ്റെ ഇവർ കുറേ പൈസ മേടിച്ചു, ശേഷം പറ്റിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരനായിട്ട് ഇഷ്ടത്തിലായിരുന്നു, ഈ പുള്ളിക്കാരനായിട്ട് കെട്ടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരനോട് മറ്റേ മാല, ആ സാധനത്തിൻ്റെ പേര് മെഹർ, മേടിക്കാനായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ചു. ആദ്യം അഡ്വാൻസ് ആയിട്ട് 11,000 രൂപ വേണമെന്ന് പറഞ്ഞു, പിന്നെ കുറേ പൈസ മേടിച്ച്, ഇങ്ങനെ കുറേ കഥകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ വോയിസ് ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ കേൾപ്പിക്കാം, മൊത്തമൊന്നും ഞാൻ കുത്തിയിരുന്ന് കേൾപ്പിക്കുന്നില്ല കേട്ടോ. ആ ചാനൽ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയിട്ടേക്കാം. ആ ചാനലിൽ, ഇത് ലീക്കായ ചാനൽ, നിങ്ങൾ അത് ഫുള്ളായിട്ട് കേൾക്കണമെന്നുള്ളവർ അവിടെ പോയി കേട്ടോ. വിട്ടി എങ്ങനെയാണെന്ന് സമാധാനത്തിൽ നിങ്ങളെ ഭാര്യ ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത് എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. മലപ്പുറത്തുകാരനായ അപ്പോൾ ഈ പുള്ളിക്കാരനെ, റഹൂക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഷാജിദയുടെ തന്നെ വോയിസാണ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ പുള്ളിക്കാരി മെസ്സേജ് അയച്ച ആൾ ഒരു യൂട്യൂബ് ചാനലിന് അയച്ചു കൊടുത്ത് അവരുടെ ചാനൽ റിലീസ് ചെയ്തതാണ്. അതുമാത്രമല്ല ആ വോയിസിനകത്ത് തന്നെ സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് ഇത്ര പൈസയൊക്കെ മേടിക്കണം എന്നുള്ള രീതിയിൽ പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പുള്ളിക്കാരി നമ്മുടെ 27 വയസ്സുള്ള പയ്യൻ കഥാനായകനുമായിട്ട് വയനാട്ടിൽ കറങ്ങാൻ പോയ സാധനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് മറ്റേ പുള്ളി കണ്ട് പ്രശ്നമായപ്പോഴത്തേനും ഷാജി പറഞ്ഞ മറ്റൊരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. കല്യാണം കഴിക്കാൻ പോണത് കണ്ടില്ല, ഓരോ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. അങ്ങനെ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരനെ അങ്ങ് നൈസായിട്ട് അങ്ങ് തേച്ചു. ഇതാണ് സംഭവിച്ചത്. ഇനി ഷാജി ഇത്രയും നാളും ഈ 27 വയസ്സുള്ള പയ്യൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പ്രായം കുറഞ്ഞ ആൾ കെട്ടിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണോ അലക്കട മൂടാണെന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റഫൂഖ് എന്ന് പറയുന്ന ആളുടെ പേരും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ ഇപ്പോൾ അതിന് മറ്റൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നടാവേ, ഈ എക്സ്പ്ലനേഷൻ കേൾക്കണം, ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ്. 3 മക്കൾ എന്തോ ഉണ്ട്. അയാളുടെ വൈഫ് കൂടല്ല. 3 മക്കൾ എന്തോ ഉണ്ട്. ഇതൊന്നും അറിയാതെയാണ് താങ്കൾ കല്യാണത്തിന് സമ്മതിച്ചത്. ഇത് വന്ന് എന്നെ നമ്പർ சொல்றேன். അയാൾ നാട്ടിലില്ല, സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. പേര് റൌഫ്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അയാളുടെ വൈഫ് ഒഴിവായി പോയി. അയാളുടെ വൈഫ് എവിടെയോ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു, അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ, ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ, ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു, കുറച്ച് ക്യാഷ് ഇട്ടു. ഫസ്റ്റ് ഉണ്ട് ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു.
ചോദിക്കാണ്ട് തന്നെ കാശ് കിട്ടുമോ? എന്താ റൗഫണ്ണ, നിങ്ങൾ കിടിലുമാണല്ലോ. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ കേട്ടോ, കുറച്ച് കാശ് ഇട്ട് തരുമോ? ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടിയോട് സംസാരിച്ച ഉടനെ കാശ് അങ്ങ് എറിഞ്ഞു. അങ്ങ് അറബ് നാട്ടിലെ അൽ റൗഫാണ് പുള്ളിക്ക് സ്വന്തമായിട്ടൊരു 3-4 എണ്ണപ്പാടമൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ കാശ് അങ്ങ് വെതറുക. കണ്ട് പരിചയപ്പെട്ട് ആളെ കണ്ടുടനെ അക്കൗണ്ട് നമ്പർ എടുത്തിട്ട് പൈസ അങ്ങ് ഇട്ട് കൊടുത്തു. കൊള്ളാം, ഫ്രഷ് സാധനം. അപ്പോൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. മാമാൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മാമേനേറ്റ് അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു, സംസാരിപ്പിച്ചു. അപ്പോൾ മാമ നീ നാട്ടിൽ വാ, നോക്കട്ടെ, ആലോചിക്കട്ടെ. നിങ്ങൾ പറയുന്നതിനകത്ത് എല്ലാം വശമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ആദ്യം ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ ചാനലിലും എല്ലാം വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ കുടുംബക്കാരോടൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ മാമ സംസാരിച്ച്, ഇവർ സംസാരിച്ച് നിങ്ങൾ മൊത്തത്തിലൊരു ചീട്ട് കൊട്ടാരമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നു. എൻ്റെ അഭിപ്രായം മാത്രമാണ്, ഫാൻസി ഈത്തൊളിക്കല്ലേ. നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമിയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അപ്പോൾ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി, ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹർ മേടിക്കണം, ഗോൾഡ് മേടിക്കണം, നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എൻ്റെ എളാമാൻ്റെ മോന് ഗൾഫിൽ പോകണ്ടായിരുന്നു. അപ്പോൾ അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനിക്ക് സഹായിച്ചു. അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു, അവനിക്ക് കുറച്ച് പൈസ അവന് സംസാരിച്ചു കേട്ടോ, അവന് സാക്ഷിയാണ്. അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. ഇളയമ്മൻ്റെ മോനിക്ക് പോകാനായിട്ട് പൈസ ഇട്ട് കൊടുത്തു 3 തവണ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിന്ന് പണം കൈപ്പറ്റിയെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ഒന്ന് പരിചയപ്പെട്ട് കണ്ടുടനെ കുറേ പൈസ ഇട്ട് കൊടുത്ത്, 2 മെഹർ വാങ്ങാനായിട്ട് പൈസ ഇട്ട് കൊടുത്ത്, അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. 3 ഇവരുടെ ഏതോ ഒരു റിലേറ്റീവിന് ഗൾഫിൽ പോകാൻ വേണ്ടി പൈസ കൊടുത്തങ്ങ് സഹായിച്ച്. ഇത്രയും സഹായം വരുമോ എൻ്റെ പൊന്നളവ്? ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഇവരുടെ അക്കൗണ്ടിൽ കുറേ പൈസ കിടപ്പുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇവർ തന്നെ ട്രീറ്റ്മെൻറ്റ്, തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലെന്ന് പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിൻ്റെ നിന്ന് പൈസ മേടിച്ചേ. പിന്നെ നമ്മുടെ മറ്റേ പയ്യനെക്കുറിച്ച് 27 വയസ്സുള്ള പയ്യനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇക്ക മരണപ്പെട്ട സമയത്ത് ഞാനൊരു സാഡ് സ്റ്റാറ്റസ് ഇട്ടു, എൻ്റെ വിഷമങ്ങളൊക്കെ കണ്ട് അവൻ കുറേ പൈസ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും വലിയൊരു ഫിനാൻഷ്യൽ ഫ്രോഡാണ് കാണിച്ചതെന്നാണ് എനിക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പരിചയപ്പെട്ട എല്ലാവരുടെയും നിങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തം പറഞ്ഞാൽ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു, ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് 19,000 റുപ്യ ഞങ്ങൾക്ക് സഹായിച്ചു കേട്ടോ. അപ്പോൾ ആ പൈസ അങ്ങനെ പോയി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഞാൻ മേടിച്ചത് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ്. പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ് ചെയ്തത്. ഈ ഗോൾഡ് മേടിച്ച, അതായത് ആ പുള്ളിയുടെ പേരെഴുതിയ ലോക്കറ്റ് മേടിച്ച ഗോൾഡ് മേടിച്ചത് എൻ്റെ കയ്യിൽ പൈസ ഉപയോഗിച്ചിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ അയാൾ ആ പൈസ ഇട്ട് തന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തു എന്ന് പറയുന്നതായിരിക്കും അതിന് ഉത്തമമായിട്ടാണ്. ഇത് ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ പൈസ തന്നെയാണ്. നിങ്ങൾ ആ പൈസ കൊടുത്തു, അയാൾ ആ പൈസ തിരിച്ചിട്ട് തന്നു, നിങ്ങൾ അത് എടുത്തു. അത് മാത്രമല്ല, എനിക്കൊരു സംശയം ഇവിടെ, ഈ പുള്ളിയുടെ പേരുള്ള ലോക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പം 27 വയസ്സുള്ള പയ്യൻ്റെ കഥയുമായിട്ട് അതങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. അപ്പം അവൻ എന്തരാണോ എന്തോ. അപ്പോൾ പിന്നെ ഇയാളിൻ്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ. പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന. നിങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നാട്ടുകാരെയും വീട്ടുകാരെയും സ്വന്തക്കാരെയും കുടുംബക്കാരെയും സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം പിടിച്ച് ഈ വള്ളിക്കകത്തോട്ട് പിടിച്ചിടുന്നത്. ഈ യൂട്യൂബർ ജസ്റ്റിനെ പിടിച്ച് ഇതിനകത്തോട്ട് ഇടേണ്ട എന്ത് കേസാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ആദ്യം ഇത് തന്നെ, നിങ്ങൾക്ക് ഒരാളെ കെട്ടണം, അതിന് വേണ്ടിയിട്ട് രണ്ടാമത് കെട്ടുന്നത് എന്താണ്? ഇളയ ഒരാളെയാണ് കെട്ടുന്നത്. എൻ്റെ അവർ ഇളയാളെ കെട്ടുന്നതെന്ന് പറഞ്ഞ് ഇവർക്ക് ആൻറ്റിമാരെ ഇഷ്ടമെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാത്ത എല്ലാവർക്കും കല്യാണം കഴിച്ച ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ഇയാളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിനത് കഥ പറയാനായിട്ട് മറ്റൊരു യൂട്യൂബറിൻ്റെ ജീവിതം കൂടെ കുളം തോണ്ടുന്നുണ്ട്. അത് കേൾക്കാം. ഇവർ പറയുന്ന കഥയായതുകൊണ്ട് അത് നമുക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ വീഡിയോസ്, അപ്പോൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു.
അപ്പോൾ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക, ഇനി ഇയാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് പൈസ അയച്ചു കൊടുക്കുന്നതിൻ്റെ പൊന്നെണ്ണ ഞാൻ കണ്ടിവിടെ യൂട്യൂബിൽ കുറേ നാളുകൊണ്ട് കിളക്കാട്ടോ, മോണിറ്റൈസേഷൻ പോലും ഇല്ല, എനിക്ക് കുറച്ച് പൈസ ഇട്ട് തന്നെ. ഇത് എന്താടാ ഇത്? അയാൾ ആര് അംബാനിയുടെ കൊച്ചച്ഛൻ്റെ മോനോ? ചുമ്മാ പരിചയപ്പെടുന്ന യൂട്യൂബറിനെല്ലാം പൈസ ഇട്ടു. സ്ത്രീജനങ്ങൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളായിരിക്കും കേട്ടോ. ശേഷി നമുക്ക് ഈ കഥ എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ജസ്റ്റിനെ പിടിച്ചിനകത്തോട്ട് വലിച്ചിട്ടത്? അവരവരുടെ ജീവിതമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നല്ലേ, അവരുടെ കുടുംബത്തും കൂടെ തറക്കുമ്പോൾ മറ്റൊരു മനസ്സുഖം. അപ്പോൾ ഈ പുള്ളിക്കാരിയെ വേട്ടയാടരുന്ന് വെറുതെ വിടുന്ന് പറയുന്നവർ ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ പുള്ളിക്കാരി വെറുതെ ഒരു കാര്യം, അല്ലെങ്കിൽ ആളുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ കുറേ പെണ്ണുങ്ങളെ ഇയാൾ ഇതാക്കി വിടും. ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവള്. അയ്യോ, ഫ്രോഡല്ലാത്ത ഉത്തമമായ ഒരാൾ പറയുന്നത് കേട്ടോണേ നിങ്ങൾ. എൻ്റെ പൊന്ന്, ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്, അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽ പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അയാൾ ഫ്രോഡാണെന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരി, നിങ്ങൾ ഇയാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു, കാര്യങ്ങളൊക്കെ ഇയാൾ പൈസ തന്ന് റോൾ ചെയ്ത് നിങ്ങൾ മെഹറൊക്കെ മേടിച്ചു, എല്ലാം സെറ്റപ്പാക്കി. അതിനുശേഷം നിങ്ങൾ 27 വയസ്സുള്ളൊരു പയ്യനുമായിട്ട് വയനാട് കറങ്ങാൻ പോയി. അന്നേരം ഇയാൾ ചോദിച്ചപ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞ് ഞാൻ അവനെയാണ് കെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് ഫ്രഷ് സാധനം അല്ലേ? അതിനകത്ത് ഒരു തേപ്പുമില്ല, ഒരു കുറ്റവും ഇല്ല. അത് കറക്റ്റ് സാധനം ചെയ്തേക്കുന്നത്. അത് കൊള്ളാം. അത് ഒരു നൈസ് മൂവ് ആയിരുന്നു കേട്ടോ. ഇനി ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. എന്ത് കമന്റ് ഇട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരേണ്ടി പറഞ്ഞാൽ ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങി. 3 ലക്ഷം രൂപ അങ്ങനെ ഏത് പെണ്ണൊന്നും കൈനീട്ടിയൊന്നും മേടിക്കത്തില്ല. നിങ്ങൾ വാങ്ങുമെന്ന് പറ, നിങ്ങൾ മേടിച്ചു എന്ന് പറ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് പെണ്ണും കൈനീട്ടി വാങ്ങുമെന്ന് പെണ്ണുങ്ങളെ മൊത്തത്തിൽ പറയാൻ നിങ്ങളാരാണ്? സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വാങ്ങാത്ത എത്രയോ പേരുണ്ടോ? ഒരുപാട് പേരുണ്ട്. ഭൂരിഭാഗം പേരും അങ്ങനെ ചുമ്മാ ആരെങ്കിലും പൈസ അയച്ചു കൊടുത്ത് എന്ന് പറഞ്ഞാൽ വാങ്ങത്തൊന്നുമില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നിങ്ങൾ ഒപ്പീനിയൻ വെച്ചിട്ട് അങ്ങ് പറയുക. എല്ലാവർക്കും ആൻറ്റിമാരെ ഇഷ്ടം, എല്ലാവർക്കും ഒരു റിലേഷൻഷിപ്പ് കാണും, കല്യാണം കഴിച്ച സ്ത്രീകളായിട്ട് റിലേഷൻഷിപ്പ് കാണും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ത്രീകളും കൈ നീട്ടി മേടിക്കും. ഇതൊക്കെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ, നിങ്ങളുടെ പ്രവൃത്തികളുടെയും കുഴപ്പമാണ്. അത് നിങ്ങൾ ജനറലൈസ് ചെയ്ത് നിങ്ങളുടെ മുഖം രക്ഷിക്കാനായിട്ട് എല്ലാവരും പറയരുത്. നിങ്ങളുടെ മുഖത്തിരിക്കുന്ന കരി ഇങ്ങനെ വടിച്ചെടുത്ത് അടുത്തവൻ്റെ മുഖത്തോട്ട് തേക്കുന്നതല്ല ശരി. രൂപ അയാളുടെ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ അവളൊരു യൂട്യൂബറാണ്. അപ്പോൾ അവൾക്കും ആലോചിച്ചൂടെ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ അടുത്തൊക്കെ പൈസ മേടിച്ചു വരണം, വേറെ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും അയാളുടെ പൈസ മേടിച്ചു. സത്യം തന്നെയാണ്. അത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും പൈസയും കൊണ്ട് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറയാനുള്ളത് എന്താണ്, ഇതിനകത്ത് ഇപ്പം ആരാണ് ശരിക്കും കളിച്ചത്? സത്യമായിട്ട് എനിക്ക് ഇവരുടെ സംഭവം എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്ക് ഈ ലോക്കറ്റ്, ഇനി 27 വയസ്സുള്ള ലോക്കറ്റ് വേറെ തന്നെ പേര്, 27 വയസ്സുള്ള വേറൊരു പയ്യൻ, കല്യാണം കഴിച്ച ചെറുക്കന്മാർ, കല്യാണം കഴിക്കാത്ത ചെറുക്കന്മാർക്ക് കല്യാണം കഴിച്ച സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. ഇതാണ് എൻ്റെ കസിൻസിനെല്ലാം ആൻറ്റിമാർ ഇഷ്ടമെന്ന് പറഞ്ഞു, പടച്ചോനേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് എന്താണ് സംഭവം? ഇത് പ്രിയ സുഹൃത്തെ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷാജി നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ മിണ്ടാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തരും. നിങ്ങൾ ഇതിനൊന്നും റിയാക്ട് ചെയ്താൽ നിങ്ങളുടെ കണ്ടന്റ് ചെയ്തങ്ങ് പോവുക. നിങ്ങൾ പറയുന്നത് ഫുള്ള് മണ്ടത്തരമാണ്, നിങ്ങൾ പറയുന്നത് ഫുള്ള് ആവശ്യമില്ലാത്ത വള്ളി പിടിക്കുന്ന കേസുകളാണ്. അത് മാത്രമല്ല, ഉള്ള ഇൻ്റർവ്യൂ എല്ലാം കൊടുത്തിട്ട് എന്തൊക്കെ അവരാധങ്ങളാണ് പറയുന്നത്. ആദ്യം 2 ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ ലവനെ കെട്ടുന്നുണ്ട്, എന്താ കുഴപ്പം, 27 വയസ്സായ എന്താ കുഴപ്പം. പിന്നെ 3ാമത് ജാങ്കോ സ്പേസിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞ് അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അത് ഞാൻ രക്ഷപ്പെടാനായിട്ട് പറഞ്ഞതാണ്, മാങ്ങയുടെ തേങ്ങയാണ്. ഓരോ തവണ വന്നെന്ന് ഓരോന്ന് പറയുക ഇവർ. എന്നിട്ട് ആ ജാങ്കോ സ്പേസിൻ്റെ ഇൻ്റർവ്യൂ കാണിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത. അതിനകത്ത് അവർ എടുത്ത് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ സബ്സ്ക്രൈബറാണ്, എന്നെ അഹങ്കാരിയാക്കിയത് എൻ്റെ സബ്സ്ക്രൈബറാണ്. ഞാൻ കല്യാണം കഴിക്കാതിരുന്നപ്പോഴത്തേനും കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേനും നീ അപ്പോൾ കുട്ടികളെ ഇതാക്കിയോന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞാലും എൻ്റെ സബ്സ്ക്രൈബറാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ സബ്സ്ക്രൈബേഴ്സെ നിങ്ങൾ ഉളുപ്പുണ്ടോടോ അവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ? നിങ്ങളെ അട്ടർ പുച്ഛമാണ്. നിങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഒരാൾ, ഞാൻ ഇപ്പോൾ ഇത് കാണുന്ന വ്യൂവേഴ്സിനെ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ വ്യൂവേഴ്സിനെ കുറ്റം പറയില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറയില്ല. പിന്നെ കമൻറ്റ് ബോക്സിൽ തൊട്ടിത്തരം പറയുന്നവനെ മാത്രമേ ഞാൻ തിരിച്ചു പറയത്തുള്ളൂ.
സബ്സ്ക്രൈബേഴ്സിന് പുല്ല് വില, കുറച്ച് വ്യൂസും കിട്ടി കുറച്ച് കാശും കിട്ടിയപ്പോഴത്തേനും ഇതാണ് സംഭവം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഈ കോൺട്രവേഴ്സി എല്ലാം നിർത്തി വെക്കുക. നിങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് നമുക്കെല്ലാം മനസ്സിലായി, നമുക്കെല്ലാം കാര്യം എല്ലാവർക്കും വെട്ടിപ്പായിട്ട് പിടികിട്ടി. നിങ്ങൾ ഇനി കടന്ന് മെഴുകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം മാറ്റി വയ്ക്കുക, ഈ കോൺട്രവേഴ്സികളെല്ലാം മാറ്റി വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക, അതായിരിക്കും നല്ലത്. നിങ്ങളെ തുണിയലക്കും നിങ്ങളുടെ പാചകവും നിങ്ങളുടെ പിള്ളേരെയൊക്കെ കാണിച്ച് മുന്നോട്ട് പോവുക. ഈ കാശ് ഏർപ്പാടിൽ നിൽക്കാതിരിക്കുക. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ത്രീയും മേടിക്കും, എല്ലാവർക്കും ആൻറ്റിമാരെ ഇഷ്ടം, കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലുള്ള സാധനങ്ങൾ നിർത്തി നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് പിടിച്ച് നിൽക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ ഇത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇനി കുറച്ചാൾ ഇത്രയും കിട്ടും. അത് കഴിയുമ്പോൾ ആൾക്കാർ നിങ്ങളെ വെറുത്ത് തുടങ്ങും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നന്നായിട്ട് കണ്ടൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്തരം മണ്ടത്തരങ്ങൾ വാരി വിളമ്പാതിരിക്കുക. നിങ്ങൾ പറയുന്ന പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിങ്ങൾക്ക് ഇല്ലെന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് അതിയായ വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.